ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാ ചോക്ലേറ്റ് കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കേക്കാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിപ്പുറത്ത് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കേക്ക് ഉണ്ടാക്കുന്ന ടിന്ന് ഓയിൽ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. സൈഡിലൊക്കെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് സൈഡിലും ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇവിടെ ടിന്നൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു പിഞ്ച് ഉപ്പ്, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എഗ്ഗിൻ്റെ സ്മെല്ലുണ്ടാകും. എഗ്ഗ് നല്ലോണം പൊന്തി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവർ ബീറ്റ് ചെയ്യരുത്. പൊന്തി വന്ന എഗ്ഗൊക്കെ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ഫ്ലോറിൽ നിന്ന് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം. പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇത് ഒരു 3 പ്രാവശ്യമായിട്ട് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കരുത്, കേക്ക് ഹാർഡായിട്ട് പോകും. ഞാനപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ചെറു ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഫുള്ളായി ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഓവൺ ഇല്ലാണ്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിലേക്ക് നമുക്ക് ഈ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് കട്ടിയുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 30-35 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റിന് ശേഷം കേക്കൊക്കെ ഇവിടെ നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ.